ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പ്രഭയുടെ പാതയിലെ അറിയപ്പെടാത്ത വിശുദ്ധർ, ദി അൺനോൺ സെയിൻസ് ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് എന്ന പരമ്പരയിലെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പുകാലം നമ്മെ പ്രാർത്ഥനയിലേക്കും സത്യത്തിലേക്കും സമാധാനത്തിലേക്കും വിളിക്കുന്ന ഒരു വിശുദ്ധ കാലമാണ്. ഇന്നത്തെ ലോകത്തിൽ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളും അക്രമങ്ങളും നടക്കുന്നു. അത്തരം സമയങ്ങളിൽ സമാധാനത്തിനായി ധൈര്യത്തോടെ നിലകൊണ്ട വിശുദ്ധരുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബ്ലെസ്ഡ് ഫ്രാൻസ് ജാഗർസ്റ്റാറ്റർ എന്ന വിശ്വാസത്തിന്റെ ധീരനായ സാക്ഷിയെക്കുറിച്ചാണ്. വാഴ്ത്തപ്പെട്ട ഫ്രാൻസ് ജാഗർസ്റ്റാറ്റർ 1907 ഓസ്ട്രിയയിൽ ജനിച്ചു. അദ്ദേഹം ഒരു സാധാരണ കർഷകനായിരുന്നു. കുടുംബത്തെ സ്നേഹിച്ച ഒരു ഭർത്താവും 3 മക്കളുടെ പിതാവുമായിരുന്നു അദ്ദേഹം ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസമുള്ള ഒരാളായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് സമയത്ത് പലരെയും സൈന്യത്തിൽ ചേരാൻ അധികാരികൾ നിർബന്ധിച്ചു. ഫ്രാൻസ് ജാഗർസ്റ്റാറ്ററിനും ഇതിനായി നിർദ്ദേശം ലഭിച്ചു: സൈന്യത്തിൽ ചേരുക, അല്ലെങ്കിൽ സ്വജീവൻ കളയുക. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അനീതിയുള്ള യുദ്ധത്തിൽ താൻ പങ്കെടുക്കുകയില്ല എന്ന്. അത് അദ്ദേഹത്തിന് വളരെ വലിയൊരു തീരുമാനമായിരുന്നു. പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നിന്റെ കുടുംബത്തെ ചിന്തിക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന് ആളുകൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹം തന്റെ മനസ്സാക്ഷിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 1943 അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹം സമാധാനത്തിനും സത്യത്തിനും വേണ്ടി ജീവൻ നൽകിയ വിശ്വാസിയുടെ ഉദാഹരണമായി മാറി. 2007 പോപ്പ് ബെനഡിക്ട് 16 അദ്ദേഹത്തെ ഔദ്യോഗികമായി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോടൊരു വലിയ സന്ദേശം പറയുന്നു. സത്യത്തിനായി നിൽക്കുന്നത് ചിലപ്പോൾ കഠിനമായിരിക്കും, പക്ഷേ ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് അതാണ് യഥാർത്ഥ ധൈര്യം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേട്ടത് ഒരു സാധാരണ മനുഷ്യൻ്റെ അതുല്യമായ വിശ്വാസകഥയാണ്. ഫ്രാൻസ് ജാഗർസ്റ്റാറ്ററിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനത്തിനായി നിലനിൽക്കാൻ കർത്താവിൻ്റെ കൃപയും ധൈര്യവും വേണമെന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. നാം പലപ്പോഴും അറിഞ്ഞും അറിയാതെയും അറിയാതെ പോകുന്ന, നാം അറിയേണ്ടിയിരിക്കുന്ന വിശുദ്ധരുടെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാകാൻ നിങ്ങളും കാരണക്കാരാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള അറിയപ്പെടാത്ത വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മൾ തുടർന്നും പരിചയപ്പെടും. നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, സത്യത്തിനും സമാധാനത്തിനും വേണ്ടി ജീവിച്ച ബ്ലെസ്ഡ് ഫ്രാൻസ് ജാഗർസ്റ്റാറ്ററിൻ്റെ ജീവിതം ഞങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. അദ്ദേഹത്തെ പോലെ സത്യത്തിനായി ധൈര്യത്തോടെ നിലനിൽക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിൽ സമാധാനവും സ്നേഹവും വർദ്ധിക്കട്ടെ. എല്ലാ യുദ്ധങ്ങളും അക്രമങ്ങളും അവസാനിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ അതുല്യമായ പ്രകാശത്തിൽ നയിക്കപ്പെടാനുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഈ നോമ്പുകാലം ഒരു പ്രഹസനമായി മാറാതെ നിന്നിലേക്ക് കൂടുതൽ അടുക്കുവാനും ഞങ്ങളുടെ പാപങ്ങളുടെ ഭാരം നിന്നിൽ ഭരമേൽപ്പിച്ച് വിശുദ്ധ ജോസഫ് കുപ്രത്തീനോയെ പോലെ പാപഭാരങ്ങളില്ലാതെ ലഘുവായ ഒരു വസ്തുവായി നിന്റെ സമാധാനം പരത്തുവാനായി ഞങ്ങളുടെ ജീവിതങ്ങളെ നീ നയിക്കണമേ. കർത്താവേ, ഈ നോമ്പുകാലം എല്ലാവർക്കും സ്വയം ദൈവത്തിൽ ശക്തീകരിക്കപ്പെടാനും ജീവിതമാർഗങ്ങൾ കർത്താവിന് ചേർന്ന വിധത്തിൽ തിരഞ്ഞെടുക്കുവാനും ഉള്ള വലിയൊരു അനുഗ്രഹത്തിനായി സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.